കെ സി ഉണ്ണി ബാലഭാസ്കറിന്റെ പിതാവ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കെ സി ഉണ്ണി, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരികയാണ്. താങ്കൾ ഉൾപ്പെടെ ഉയർത്തിയ പലതരത്തിലുള്ള ആശങ്കകളുണ്ട്, ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ അർജുൻ്റെ അറസ്റ്റോടുകൂടി അതൊക്കെ സാധൂകരിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളുണ്ട് എന്ന സംശയം കൂടി ബലപ്പെടുകയാണല്ലേ? അതെ അതെ, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാ. അതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉറച്ചു. കാരണം ഇവൻ ഈ സ്ഥിരമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കള്ളക്കടത്തും മറ്റേ സ്വർണം പൊട്ടിക്കലും റോബറിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ CBI കേസ് വന്ന് അന്വേഷിച്ചിട്ടും നിർത്തിയിട്ടൊന്നുമില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. CBIയുടെ കീഴിൽ അവർ വാച്ച് ചെയ്ത് നിർത്തേണ്ട സമയത്താണ് വീണ്ടും ഇത് സംഭവിച്ചേക്കണേ. അത് CBIയുടെ ഒക്കെ പിഴവ് തന്നെയാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പുനരന്വേഷണം നടത്തിയിരുന്നല്ലോ, പക്ഷെ അത് വേണ്ട വിധത്തിൽ മുന്നോട്ട് പോയില്ല എന്നത് തന്നെയാണോ തോന്നുന്നത്? അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയില്ല ശരിക്ക് മുഴുവനും. എന്തൊക്കെ ഇങ്ങനെ പഴയതുപോലെയൊക്കെ തന്നെയാണെന്ന് തോന്നണമെന്നാണ് നമ്മുടെ വക്കീൽ പറഞ്ഞത്. വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് പറയണത്. ഒന്നും കണ്ടെത്തിയതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു അവനത്. അതായത് റിപ്പോർട്ട് മുഴുവൻ കിട്ടിയിട്ടില്ല. താങ്കൾ ഉൾപ്പെടെ ഉയർത്തിയ ബലപ്പെട്ട സംശയങ്ങളിൽ വേണ്ട രീതിയിലൊരു അന്വേഷണം നടന്നില്ല. ആ മേഖലകളിലേക്കൊന്നും അന്വേഷണം പോയില്ല. പ്രത്യേകിച്ച് അർജുൻ മറ്റ് സ്വർണ്ണക്കടത്തുമായി അറസ്റ്റിലായ ബന്ധമുള്ള ആളുകളിലേക്കൊന്നും തന്നെ കാര്യമായ അന്വേഷണം പോയിട്ടില്ല എന്നാണ് കരുതുന്നത്, അല്ലേ? അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ്. അതിന് അവർ ആരെയും ചോദ്യം ചെയ്തോന്ന് പോലും സംശയമാണ്. താങ്കളോട് CBI ഉദ്യോഗസ്ഥർ പിന്നീട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മൊഴിയെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അന്ന്? ഇല്ല, അവർ CBIയിലെ 2 ഇൻസ്പെക്ടർമാരാണ് വന്നത്. ആദ്യം അന്വേഷിച്ചത് DYSP ആണ്. അത് കഴിഞ്ഞ് 2 ഇൻസ്പെക്ടർമാർ വന്നിട്ട് ഒരു കടലാസ് കാണിച്ചു. ഞാൻ CBIക്ക് അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണോ എന്ന് ചോദിച്ചു. അത്ര തന്നെ, വേറെ ഒരക്ഷരം ചോദിക്കുകയോ പറയോ ഒന്നും ചെയ്തില്ല. ഈ പുനരന്വേഷണത്തിലും വലിയ സമ്മർദ്ദം ഉണ്ടായി എന്നാണോ താങ്കൾ? ഞാൻ കൊടുത്ത അതേ ഉണ്ടായി കാണുമല്ലോ, നാച്ചുറലി. അവർക്ക് താല്പര്യമില്ലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് അറിയാവും. സമ്മർദ്ദം കൊണ്ടാണോ അതോ അവർക്ക് താല്പര്യമില്ലാത്തതിന് കാരണമെന്നാണെന്ന് അവർക്കല്ലേ പറയാൻ പറ്റൂ. ഈ നമുക്കറിയാമല്ലോ, ഈ വിഷ്ണു സോമസുന്ദരവും പ്രകാശൻ തമ്പിയും സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലാവുകയാണ്. ബാലുവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ്. അതിനുശേഷമാണല്ലോ നമുക്ക് ഈ സംശയം ബലപ്പെടുകയും ചെയ്യുന്നത്. സ്വർണ്ണക്കടത്ത് ബന്ധത്തിലാണോ ഇത്തരത്തിൽ ബാലുവിനെ അപായപ്പെടുത്തിയത് എന്നൊരു സംശയം വരുന്നത്. ഈ അർജുനും ഇവരും തമ്മിലുള്ള ഒരു ഒത്തുകളി, ആ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതെ, കാരണം ഈ അർജുനൻ ഈ വിഷ്ണുവിൻ്റെ കമ്പനിയിൽ വിഷ്ണുവിൻ്റെ കൂടെ ആയിരുന്നു അവൻ. താമസം പോലും എല്ലാം അവൻ്റെ കൂടെ ആയിരുന്നു. വിഷ്ണുവിൻ്റെ ഒരു അസിസ്റ്റൻ്റ് പോലെയാണ് അവൻ നിന്നിരുന്നത്. അപ്പം നാച്ചുറലി ഒരു സൺ ഹോംസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്പനിയിലാണ് വിഷ്ണു ജോലി ചെയ്തിരുന്നത്. അവരുടെ എംപ്ലോയി ആയിരുന്നു ഇവനെന്നാണ് പറയണേ. അത് അവനും സമ്മതിച്ചിട്ടുണ്ട്. അവനൊരു MACTയിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നു കോമ്പൻസേഷന് വേണ്ടി. 1 കോടി രൂപ എൻ്റെ എന്ന് ചോദിച്ചു. അതിനകത്ത് പറഞ്ഞേക്കണേ അവന് 5-6 മാസത്തെ ശമ്പളം ഇവർ കൊടുത്തില്ല, ശമ്പളം നഷ്ടപ്പെട്ടു പോയി, അതും ഞാൻ തന്നെ കൊടുക്കണമെന്ന്. കാരണം കാലൊടിഞ്ഞ് കിടന്നിരുന്നു. പക്ഷേ അന്ന് തന്നെ ഈ അർജുൻ പറഞ്ഞ കാര്യങ്ങളിൽ പലതിലും അവ്യക്തതയായിരുന്നല്ലോ. ഈ വണ്ടി ഓടിച്ചത് ആര്, ബാലു ആണോ വണ്ടി ഓടിച്ചത് അതോ താനാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്ന് തന്നെ അവ്യക്തതയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആസൂത്രിതമായി തന്നെ നടന്ന ഒരു കാര്യമാണ് എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അതെ, ഞാൻ അന്നേ പറഞ്ഞല്ലോ, ഇതൊരു എൻജിനീയർഡ് ആക്സിഡൻ്റാണ്. അതായത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ആക്സിഡൻ്റാണ്. അത് ഡ്രൈവർ അവൻ പറയണത് ബാലഭാസ്കർ ഓടിച്ചു എന്നാണ് പറയണത്. ഒരിക്കലും ആയിരിക്കില്ല. കാരണം ഇത്രയും ദൂരമൊന്നും അവൻ വണ്ടി ഓടിക്കില്ല സാധാരണ രീതിയിൽ. അവൻ്റെ തലയെ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ അടുത്തുനിന്ന് കോമ്പൻസേഷൻ വാങ്ങിക്കാൻ 1 കോടി രൂപയുടെ ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട് MACTയിൽ. അതിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസം 2-3 മാസം കൂടുമ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ അപകടമുണ്ടായ സ്ഥലത്ത് അവിടെ എത്തിയ സോബി ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിയ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അവർ കണ്ടെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഒരു സംഘം ആളുകൾ മർദ്ദിക്കുന്നുണ്ടായി, മറ്റു ചിലർ അവിടെ എത്തിയിരുന്നു അപകട സ്ഥലത്ത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ വിശദമായ ഒരു അന്വേഷണം നടന്നു എന്ന് കരുതുന്നുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. ഒക്കെ ചുമ്മാ ഒരു പ്രഹസനമായിരുന്നു. ഇവരുടെ ഈ മാഫിയക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കേസ് ഇങ്ങനെ എന്തൊക്കെ ആക്കി ഇങ്ങനെ വരുത്തി തീർത്തു എന്നുള്ളതല്ലാതെ ശരിക്കുള്ള അന്വേഷണം ഒന്നും നടന്നിട്ടൊന്നുമില്ല. ഈ അർജുൻ ഇപ്പോൾ അറസ്റ്റിലായ കേസിലും പുതിയതായി അന്വേഷണം ഒന്നും വേണ്ട എന്നതാണ് പോലീസിന്റെയും ഒരു നിലപാടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീ ഉണ്ണി. അതേ, കാരണം പോലീസിന് ആ നിലപാടെടുക്കേണ്ടി വരുന്നു. കാരണം അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യണമല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇനി എന്താണ് ചെയ്യാനാവുക എന്നാണ് കരുതുന്നത്? നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വഴി. അക്കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണോ താങ്കൾ? അതെ, വക്കീലുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും. താങ്കൾക്ക് CBIക്ക് മുന്നിൽ വെക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇവനൊരു ക്രിമിനലാണ്. പിന്നെ ഇവൻ്റെ സ്ഥിരം ഏർപ്പാടാണ് ഈ സ്വർണം കടത്തും പൊട്ടിക്കലും. പിന്നെ അതിനുവേണ്ടി എന്തും ചെയ്യും. ഇപ്പം തന്നെ ഒരു സ്കൂട്ടറിൽ സ്വർണം കൊണ്ടുപോയ ഒരാളെ ഇടിച്ചിട്ടാണ് അവർ സ്വർണം കൊണ്ടുപോയത്. ആ ഇടിച്ചിടലിൻ്റെ കൂട്ടത്തിൽ ആ സ്കൂട്ടറുകാരന് മരണം വരെ സംഭവിക്കാവുന്നതാണല്ലോ. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആരെയും കൊല്ലണമെങ്കിൽ തന്നെ അതിന് മടിയില്ലാത്ത ആളുകളാണ്. മനസ്സിലായി. ഏതായാലും ചെയ്യാൻ പറ്റും, എന്ത് പറയാൻ. തീർച്ചയായും താങ്കളുടെ വിഷമം മനസ്സിലാവും. ഏതായാലും CBI സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന സംശയം തന്നെയാണ് അദ്ദേഹം ഉയർത്തുന്നത്. അർജുൻ അറസ്റ്റിലായതോടുകൂടി കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ KC ഉണ്ണി. ബാലഭാസ്കറിന്റെ പിതാവാണ് നമ്മോടൊപ്പം ചേർന്നത്.